ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് അഞ്ജിത നായരാണ്. ആളുടെ വീഡിയോസ് ഞാൻ മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകുന്നുള്ളതാണ്. കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു മാറ്റം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. സോ ആളുടെ ആ ഒരു ചേഞ്ച് വരാത്തത് കൊണ്ടായിരിക്കും ആളുടെ ചാനലിന് പഴയ അത്ര റീച്ച് ഒന്നും കാണുന്നില്ല. എന്നിട്ടെങ്കിലും ആളൊന്ന് മാറ്റി പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനും ഇങ്ങനെ ചിന്തിച്ചു. ആ കുട്ടി എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഞരമ്പന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആളിത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്താ പറയുക, നമ്മുടെ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു സൈഡിൽ അഞ്ജിത നായരിനെ പോലെയുള്ള ആളാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നീള നമ്പ്യാറിനെ പോലെയുള്ള ആൾക്കാരാണ്. അത് പിന്നെ കുറേ കൂടെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. സോ എന്തൊക്കെ തന്നെയാലും എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇവർ തമ്മിൽ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവരും അൾട്ടിമേറ്റ്ലി എന്താ പറയുക, മലയാളികൾക്ക് മാത്രമൊന്നുമല്ല, മൊത്തത്തിൽ ഒരു ലൈംഗിക ദാരിദ്ര്യത്തിന് ചൂഷണം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഞരമ്പന്മാരുടെ ഒരു സുഖിപ്പിക്കൽ തന്നെയാണ് എല്ലാവരും തന്നെ ഉദ്ദേശിക്കുന്നത്. മുന്നേ ആരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുമ്പോൾ അത് കാണാൻ ആളുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങളത് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ആക്ട്രസിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതേ സംഭവം തന്നെയാണ്. ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടും വൾഗറായിട്ടും ഒക്കെ നിന്ന് കാണിക്കുമ്പോഴത്തേക്കും കാണാൻ ആൾക്കാരുള്ളത് കൊണ്ടാണല്ലോ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തായാലും ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ തന്നെയാണ് സംഭവം. കുറേ കാലമായിട്ട് ഒരേ കൈൻഡ് ഓഫ് വീഡിയോസാണ് ആൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വീട്ടിൽ ആരെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ പറയുക, ആദ്യം അച്ഛനെ ആയിരുന്നു കുറേ കാലം അച്ഛനെ പറ്റി എന്താ പറയുക നെഗറ്റീവ്സ് തംബ്നെയിൽസ് ഒക്കെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ആയിരുന്നു വരുന്നത്. വളരെ വൾഗറായിട്ട് നമുക്ക് എന്താ കേട്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള എന്താ പറയുക തംബ്നെയിൽസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ആൾ വീഡിയോയിൽ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അത് വായിക്കുന്നവർക്ക് വളരെ മോശമായിട്ട് തോന്നുന്ന രീതിയിൽ, നമുക്ക് തന്നെ ഒരു അറപ്പ് തോന്നുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് ആൾ തംബ്നെയിലായിട്ട് ഇട്ടിട്ടുണ്ടാവുക. സോ അത് കണ്ടിട്ട് ആരെങ്കിലും തെറി വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് എന്താ പറയുക വായിക്കുന്നവൻ്റെ കുഴപ്പം കൊണ്ടാണ്, അവർക്ക് എന്താ പറയുക മഞ്ഞപ്പിത്തം ബാധിച്ചത് കൊണ്ടാണ് കാണുന്നതെല്ലാം മഞ്ഞയായി തോന്നുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് ഇപ്പം ഞാൻ കണ്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു കാറിലിരിക്കുകയാണ്. കാറിലിരുന്നിട്ട് അച്ഛൻ ഡിവോഴ്സ് ആവുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കാലം ചേച്ചിയുടെ ചേച്ചിയും ഭർത്താവും ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുകയായിരുന്നു കുറേ കാലം. അതിനുള്ള വ്യൂസ് കുറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇപ്പോൾ പിന്നെ അച്ഛൻ്റെ പുറകെ ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും ആള് വന്നിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അച്ഛൻ മദ്യപാനിയാണ്, വീട് നോക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് അച്ഛനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ. ഇനി അതിനെയോ എത്ര എപ്പിസോഡ് പോകുന്ന കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും ആള് വന്നിട്ട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. മിക്കവാറും ആളുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതിൽ ഇവർ ഈ വീഡിയോയിൽ വന്നിരുന്നിട്ട് ഒരു കാറിലാണ് ആളിരിക്കുന്നത്. കാറ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറൊന്നും അല്ല, നിർത്തിയിട്ടിരിക്കുന്ന കാർ പോസ്റ്റിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓടാത്ത കാറിൽ എന്തിനാണ് ആ കുട്ടി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇരിക്കുന്നത്? അത് പോട്ടെ, സീറ്റ് ബെൽറ്റ് ഇട്ടതോ ഓക്കെ. അത് കഴിഞ്ഞ് ക്യാമറ എന്തിനാണ് ഈ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? നേരെ വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാമല്ലോ അല്ലേ. ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് അത്രയും വൾഗറായിട്ട് ഇരിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടെ എന്താ പറയുക സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ടീഷർട്ട് ശരിയാക്കുന്നു. എന്താണ് ആക്ച്വലി അവർ കാര്യം പറയാനാണോ ഉദ്ദേശിച്ചത്, അതോ എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിക്കണം എന്നുള്ള രീതിക്കാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം നല്ല രീതിയിൽ സംസാരിച്ച് പോകാമല്ലോ അല്ലേ. അവർക്ക് അത് ആക്ച്വലി നല്ല രീതിയിൽ ഒരു ബ്യൂട്ടി വ്ളോഗായിട്ട് കൊണ്ടുപോകാമായിരുന്നു അല്ലേ. ഒത്തിരി കണ്ടൻസ് ഉണ്ട്. ഇനി കോമഡി ആയാൽ തന്നെ എത്രയൊക്കെ നല്ല രീതിയിൽ കോമഡികൾ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്. സോ എന്തിനാണ് ഇങ്ങനെ സ്വന്തം വീട്ടുകാരെ തന്നെ എന്താ പറയുക അവരെ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട്, ഞാനതാ വിചാരിക്കുന്നത്, ഇവരെ വീട്ടിൽ ആരും ഒന്നും പറയുന്നില്ല, എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ കാശുണ്ടാക്കുന്നത് എന്ന് ആരും ഒന്നും ചോദിക്കുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇതിലും ഭേദം വല്ല എന്താ പറയുക തെരുവിൽ പിച്ച എടുക്കുന്നവർക്ക് ഇതിലേക്കാട്ടി മാന്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. ഈ ചേച്ചിയാണെങ്കിൽ അവരും ഇതിനെല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കാണുന്നു. ഒന്നുമില്ലെങ്കിലും ഇത്രയും കാലം നോക്കി വളർത്തിയ അച്ഛനും അമ്മേനെയും അവരെ ഒരു എന്താ പറയുക ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ അപഹാസ്യമാക്കി നിർത്തുന്ന ആ ഒരു പരിപാടിനോട് യോജിക്കാനേ പറ്റുന്നില്ല. എന്ത് ചെയ്തിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഓഫ് കോഴ്സ് നെഗറ്റീവ് കമൻസ് അധികം മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറയും. ശരിയാണ്, നെഗറ്റീവ് കമൻസ് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലേ, അതൊരിക്കലും ഒരാളുടെ മുമ്പിൽ എന്തിൻ്റെ പേരിലായാലും പണയം വെക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിത്വം, സ്വന്തമായിട്ടൊരു വ്യക്തിത്വം, ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലേ, അതുപോലും ഇല്ലാത്ത രീതിയിലുള്ള ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവർ ഞാൻ ചെയ്യുന്നത് എന്താണ്ടോ വലിയ മഹാകാര്യം എന്നുള്ള രീതിക്കൊക്കെയാണ് അവരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മുന്നേ. പക്ഷേ എന്തോ ഇത് ഒട്ടും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണമെന്ന് അവർ സ്വയമേ ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു വരുമാന മാർഗ്ഗമാണ്. ഓഫ് കോഴ്സ് യൂട്യൂബ് എന്ന് പറയുന്നത് പലർക്കും ഒരു വരുമാന മാർഗ്ഗം തന്നെയാണ്. പക്ഷേ എന്താ പറയുക അതിന്
കണ്ടന്റ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് സ്വന്തം വീട്ടുകാരെ തന്നെ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാണെന്നല്ലേ പറയാനുള്ളൂ അല്ലേ. അറ്റ്ലീസ്റ്റ് അവരുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മോളെ ബ്യൂട്ടി വ്ളോഗ്സ് ആണെങ്കിലും നിനക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ആ വീഡിയോ എത്ര നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, സ്വന്തം വീട്ടുകാരെ തന്നെ നാട്ടുകാരുടെ അറിയുന്നവരുടെയും അറിയാത്തവരുടെയും മുമ്പിൽ കൊണ്ട് ചെന്നിട്ട് ഒരു പരിഹാസ കഥാപാത്രമാക്കി നിൽക്കുന്ന ആ ഒരു പരിപാടി ഒട്ടും കാണുമ്പോഴങ്ങോട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാണ്ടിരുന്നാൽ പോരെ, നിങ്ങൾ എന്തിനാ ഇതിനൊക്കെ പ്രതികരിക്കാൻ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അവരുടെ അടുത്ത് എനിക്കൊന്നേ പറയുള്ളൂ. കാരണം നമ്മളും ഒരു സ്ത്രീയാണല്ലേ, നമ്മളും ഒരു അമ്മയാണ്, ഒരു സ്ത്രീയാണ്. നമ്മൾക്കിത് കാണുമ്പോൾ കുറച്ചൊരു വിഷമം തോന്നുകയാണ്. എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കില്ലേ. എന്ത് കാശല്ല എന്തിനു വേണ്ടിയിട്ടായാലും കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് ഒരു പരിധിയില്ലേ. ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ അല്ലേ. അറ്റ്ലീസ്റ്റ് ആ തംബ്നെയിൽസ് ഒക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ കുറച്ച് വീഡിയോസ് ചെയ്ത് നോക്കുക. അതിന് ചിലപ്പോൾ റീച്ച് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്. പക്ഷെ എന്തൊക്കെ തന്നെയായാലും അൾട്ടിമേറ്റ്ലി സ്വന്തം വ്യക്തിത്വമാണ് അവിടെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നതേ ഇല്ല. അവര് അച്ഛൻ ഡിവോഴ്സ് ആവുന്ന കാര്യമാണ് വളരെയധികം ഹാപ്പി ആയിട്ട് വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് മേ ബി അവർക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ആളുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ ആളുടെ അച്ഛനെയൊക്കെ കണ്ടിട്ടുണ്ട്. സോ ആൾ ഇത്രയധികം പ്രശ്നക്കാരനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ആൾ ഇത്രയധികം പ്രശ്നക്കാരനായതുകൊണ്ടാണ് അവർ ഡൈവോഴ്സ് ആക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് വീഡിയോ ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെ തന്നെയാലും അത് സംസാരിക്കുന്നതിന് ഒരു രീതി ഉണ്ടായിരുന്നു. ഇനി എന്തൊക്കെ കാശിന് വേണ്ടിയിട്ടായാലും സ്വന്തം അച്ഛനമ്മമാരെയൊക്കെ കുറിച്ച് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പം ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ. സ്വന്തം ഒരു മാന്യത നിലനിർത്തിയിട്ട് വീഡിയോ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അറ്റ്ലീസ്റ്റ് ജനിപ്പിച്ച അച്ഛനും അമ്മേനോടും ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഇച്ചിരിയെങ്കിലും ആവാം. കാശിന് വേണ്ടിയിട്ടാണെങ്കിലും അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലമ്പാക്കുന്ന രീതിയിലുള്ള തംബ്നെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരെ ഇങ്ങനെ അപഹാസ്യരാക്കുന്നതിനോട് യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് കണ്ടപ്പോഴത്തേക്കും എടുത്ത് സംസാരിക്കണം തോന്നി, അതുകൊണ്ട് മാത്രമേ ഈ വീഡിയോ ചെയ്തതന്നേ ഉള്ളൂ. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.